കിട്ടുന്നില്ലേ? ആരാണെന്ന് മനസ്സിലായോ? നമ്മുടെ വർഗീയവാദി ചേട്ടനാ. ആ സന്തോഷം നോക്കിക്കേ മുഖത്തെ. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടും അഭിമാനത്തോടു കൂടിയിട്ടുമാണ് പുള്ളിക്കാരൻ ആ കൈ ഉയർത്തി കാണിക്കുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഏതാണ്ട് ഗുണം ചെയ്തതിന്റെ പേരിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു എന്നുള്ളൊരു ഭാവമാണ് പുള്ളിയുടെ മുഖത്ത്. ഇത് ഇപ്പൊ നടന്നതല്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇത് 1 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇതുപോലെ യൂട്യൂബിലൂടെ വർഗീയത പ്രസംഗിച്ചതിന്റെ പേരിലാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിലുള്ളൊരു സംശയമാണ്, ഇത്രയും നാളായിട്ട് ഇങ്ങനെ മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ വളരെ ടോക്സിക് ആയിട്ടാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഇത്രയും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാത്തത് എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഈ വീഡിയോ കണ്ടതോടുകൂടി ആ ഡൗട്ട് അങ്ങ് പോയി കിട്ടി. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്ത് കാര്യം? കണ്ടില്ലേ, അവാർഡ് കിട്ടിയേക്കുന്നത് പോലെയാണ് വിലങ്ങ് വെച്ച കൈ ഉയർത്തി കാണിക്കുന്നത്. അവാർഡാണ് കയ്യിലിട്ടേക്കുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് നാണമില്ലാത്ത ഒരാളോട് എത്ര പറഞ്ഞാലോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലോ കാര്യമില്ലെന്ന് പോലീസുകാർക്കറിയാം. നാണമില്ലാത്തവന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പോലീസുകാർക്കും ഇല്ലേ നാണം, അവർക്കും ഇല്ലേ കുറച്ചൊക്കെ ഒരു അഭിമാനം എന്ന് പറയുന്നത്. ഇവരോടൊക്കെ എന്ത് പറയാനാണ്? എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. യൂട്യൂബ് ചാനൽ അടിച്ചു പോയി കഴിഞ്ഞാലും പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ വർഗീയത ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നാടിനും നാട്ടുകാർക്കും ഗുണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഗുണം ചെയ്യുന്നു, ഞാൻ നാട്ടുകാരെ സംരക്ഷിക്കാനാണ്, ഈ രാജ്യത്തെ സംരക്ഷിക്കാനാണ്, ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അഭിമാനപൂർവ്വം ഇരുന്ന് ഓരോ വർഗീയത വിളിച്ചു പറയുന്ന ഈ ചേട്ടൻ സ്വന്തം വീട്ടുകാരെ പോലും സംരക്ഷിക്കുന്നില്ലെന്നാണ് കേട്ടത്. ന്യൂസ് ഹാക്കർ ജംഷീർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി അന്വേഷിച്ച സമയത്താണ് ഇയാളുടെ അമ്മയെ പോലും നോക്കുന്നില്ല. അപ്പൊ ഏതായാലും ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നാട്ടിൽ ഇവനക്ക് ഒരു പേരുണ്ട്, തല്ലുകൊള്ളി ബൈജു എന്നാണ് പറയുന്നത്. അവന്റെ നാട്ടിൽ അവനെ അങ്ങനെയാണ് ആളുകൾ വിശേഷിപ്പിച്ചത്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പല ആളുകളോടും നമ്മൾ ഈ വിഷയം അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരേ ഒരു മറുപടി, അവനെ പോലെ ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല. അങ്ങനെ ഒരാളെ ഇവർക്ക് ആർക്കും പരിചയമല്ല, കാണണ്ട, അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മളെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളം പൊതുവെ വർഗീയതയ്ക്ക് എതിരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വർഗീയതയെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പൊ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇവരുടെ ഒന്നും വർഗീയത തീരെ വിലപ്പോകില്ല എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇവന് എവിടെയാണെന്ന് സ്വന്തം അമ്മക്ക് പോലും അറിയില്ല എന്നാണ് എനിക്ക് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. ഞാൻ അമ്മയോട് ചോദിച്ച് എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ്, എവിടെയാണ് നിനക്ക് അറിയില്ല മോനെ, എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട്, അമ്മ തനിച്ചാണ് വീട്ടിലുള്ളത്, നിങ്ങൾ ഓർക്കണം, എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട് എൻ്റെ എന്താ പറയാ പേരക്കുട്ടികള് വന്നുകാണ്ട് നിൽക്കാറാണ് രാത്രി എന്നാണ് പറഞ്ഞത്. സ്വന്തം അമ്മയെ പോലും നോക്കാനും സ്വന്തം അമ്മയെ പോലും നേരെ കൊണ്ടു നടക്കാനും അറിയാത്ത ഒരു ചെറ്റയാണ് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോ, ബൈജു ഇതിലൊക്കെ നല്ലത് എനക്ക് എന്താണെന്ന് അറിയോ? ആ ക്ലോസറ്റ് കണ്ട് ഇറങ്ങിയിട്ടേ അതിൽ മുങ്ങി കുളിച്ച് കയറുന്നതാണ്. താൻ ഇപ്പോഴേ ക്ലോസറ്റിലുള്ള ആളാണെന്നുള്ളത് ജനങ്ങൾക്കൊക്കെ അറിയാം. അതായത് പച്ച കേട്ടില്ലേ, സ്വന്തം അമ്മയെ പോലും സംരക്ഷിക്കാത്ത ഒരു മകനാണ് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഇയാൾ എന്ത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്? നമ്മൾ ആരും ദൈവങ്ങളെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ദൈവങ്ങൾ ആരാണ്? നമ്മുടെ അച്ഛനും അമ്മയാണ്. അവരാണ് നമ്മുടെ ദൈവങ്ങൾ. അവരെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. വേറെ ആരെയും നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിലും, വേറെ ആരെയും നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാലും നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകം തന്നെ സംരക്ഷിച്ചു എന്നതാണ് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതും അതാണ്. സ്വന്തം അച്ഛനെയും അമ്മയെ സംരക്ഷിക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക. സ്വന്തം അമ്മയെ സംരക്ഷിക്കാതെ അമ്മയെ ഒറ്റക്കിട്ടേക്കുന്ന ഒരു മകൻ ആരെ സംരക്ഷിക്കാനാണ്? ഇയാൾ ഈ പറയുന്ന കാര്യം തന്നെ കപടത്തരമാണെന്നുള്ളത് ഈ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. സ്വന്തം അമ്മയെ സംരക്ഷിക്കുന്നില്ല, അമ്മയെ പോലും പോയി നോക്കുന്നില്ല. എന്നിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു, നാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കണം, ഇവിടെ ഒരു മതലഹള ഉണ്ടാക്കണം. ഇത് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം. ഏതെങ്കിലും തീവ്രവാദികളുടെ ഇയാൾ വല്ല ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, പൈസയും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഒരു മതലഹള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്ത് സ്ഥാപിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്? മനുഷ്യന്മാർ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എല്ലാവരും മനുഷ്യന്മാരാണ്. കൈ മുറിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വരുന്ന ചോരയുടെ കളർ ഒന്ന് തന്നെയല്ലേ? അല്ലാതെ മുസ്ലിങ്ങളുടെ കൈ മുറിച്ചു കഴിഞ്ഞാൽ പച്ച ചോരയും, ഹിന്ദുക്കളുടെ കൈ മുറിച്ചു കഴിഞ്ഞാൽ നീലച്ചോരയും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൈ മുറിച്ചു കഴിഞ്ഞാൽ മഞ്ഞച്ചോരയൊന്നും അല്ലല്ലോ വരുന്നത്. എല്ലാവരുടെയും ശരീരത്തിൽ ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡിയാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി മണ്ണിലേക്ക് തന്നെ പോകാം. എല്ലാവരും മനുഷ്യരല്ലേ?
നമ്മൾ സ്വയം ഉണ്ടാക്കി എടുത്തിട്ടുള്ള വ്യത്യാസങ്ങളും നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മളിങ്ങനെ അനുഷ്ഠിച്ചു പോകുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഉള്ളില് നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാകൂ എന്നുള്ളത് നമുക്കറിയാം. തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മാറേണ്ടത് ആരാണെന്ന് അറിയാമോ? ഇതുപോലെയുള്ള വർഗീയത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ബ്ലൈൻഡ് ഫോൾഡഡ്ലി ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഇയാൾക്ക് തന്നെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഈ വർഗീയത പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും തെറ്റാണ് ഈ വർഗീയവാദികൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. ആരെയും ആർക്കും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ സ്വയം വിചാരിക്കണം. ഇവിടെ എല്ലാവരും ഒത്തൊരുമയോട് നിന്നെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഒരു അപകടം വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ്. മതങ്ങളോ ജാതിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ടോ? അപകടം വരുമ്പോൾ ആ മനുഷ്യരെ എല്ലാവരെയും രക്ഷിക്കാം എന്നുള്ളൊരു ചിന്ത മാത്രമേ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവത്തുള്ളൂ. ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആരെയെങ്കിലും ഒക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ സമൂഹത്തിന്റെ കാര്യം. ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ സമൂഹം ഇതുപോലെ നിലനിൽക്കത്തുള്ളൂ. അപ്പൊ ഇയാളെ പോലെയുള്ളവന്മാരെ ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയ തെറ്റാണ് അവരെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? ഇവനെയൊക്കെ ഫോളോ ചെയ്തിട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഓരോ വീഡിയോയുടെ തുടക്കത്തിൽ വന്ന് പറയുന്നുണ്ട് ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുത്തിട്ട് എനിക്ക് പൈസ ഇട്ടതായോ എന്ന്. ഇവിടെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാൻ വേണ്ടിയിട്ടാണ് അവന് പൈസ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടുന്ന വരുമാനം പോരാഞ്ഞിട്ട് പുള്ളിക്ക് പൈസ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം വർഗീയത പറയാൻ വേണ്ടിയിട്ട്. അവന് പൈസ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെല്ലുന്നുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയുടെ അടിയിൽ ഗൂഗിൾ പേ നമ്പർ വെക്കത്തില്ലല്ലോ. അപ്പൊ ഇവനൊക്കെ പൈസ ഇട്ട് കൊടുത്തിട്ട് ഇവനെ എന്ന് സംരക്ഷിച്ച് പിടിക്കാതിരിക്കുക, അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ നാടിന് ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു രീതിയിലുള്ള ഗുണവും ഉണ്ടാകാൻ പോകത്തില്ല. മറിച്ച് ഇവിടെ വർഗീയ ലഹള ഉണ്ടാകും, തമ്മിത്തല്ലുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അവസാനം ഈ നാട് നശിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അയാൾക്കൊക്കെ പൈസ ഇട്ട് കൊടുത്ത് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് അവസാനിപ്പിക്കുക. നമ്മുടെ സപ്പോർട്ട് ഇല്ല എന്ന് കാണുമ്പോൾ പുള്ളിക്കാരൻ താനെ നിർത്തിക്കോളും. അല്ലാതെ പുള്ളിയെ ജയിലിൽ കയറ്റിയിട്ടോ വിലങ്ങ് വെച്ച് കൊണ്ടുപോയിട്ടോ പുള്ളിയുടെ പേരിൽ പരാതി കൊടുത്തോണ്ടോ ഒരു കാര്യവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല, മാറാൻ പോകുന്നില്ല. ഈ സപ്പോർട്ട് അങ്ങില്ലാതാകണം. അയാളെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്ന ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യാതെ മാറിപ്പോകണം. അത് കഴിയുമ്പോൾ താനെ അങ്ങ് നിർത്തിക്കോളും.